ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ ഘടന, മൂലകങ്ങൾ, സംയുക്തങ്ങൾ, പിന്നെ ലോഹങ്ങൾ എന്നിവയാണ്. അപ്പോൾ ആദ്യമായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജെ തോംസൺ തൻ്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റസിൻ പുഡിംഗ് മോഡൽ അഥവാ തണ്ണിമുത്തം മോഡൽ അവതരിപ്പിച്ചു. ഇത് പ്രകാരം എന്താണ്, പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഗോളത്തിൻ്റെ ആകെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകളുടെ എണ്ണവും സമമായതിനാൽ ആറ്റം വൈദ്യുതപരമായി ന്യൂട്രലാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആറ്റത്തിൻ്റെ സ്ഥിരത പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഘടകത്തിൽ ഇലക്ട്രോണുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവ പരസ്പരം ആകർഷിച്ച് ആറ്റത്തിന് സ്ഥിരതയുണ്ടാവില്ല. ഇത് വിശദീകരിക്കുന്നതിൽ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ പരാജയമായിരുന്നു. പിന്നീട് റൂദർഫോർഡ് നടത്തിയ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് പ്രകാരം എന്ത് കണ്ടുപിടിച്ചു? ന്യൂക്ലിയസ് എന്ന് പറയുന്ന സെൻറ്ററിലാണ് മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഉള്ളത് എന്നും ബാക്കിയുള്ളതെല്ലാം ശൂന്യമാണ് എന്നുള്ള ലെവലിൽ കണ്ടെത്തി. അത് പ്രകാരം അദ്ദേഹം തൻ്റെ സൗരയൂഥ മോഡൽ അവതരിപ്പിച്ചു. ആ സൗരയൂഥ മോഡൽ എന്താണ് പറയുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതിലെന്തായിരുന്നു പ്രോബ്ലം? നമ്മളിങ്ങനെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും പോകുന്ന സമയത്ത് അവ ഊർജ്ജം നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിലേക്ക് പതിക്കില്ലേ? അങ്ങനെ ആറ്റത്തിന് സ്ഥിരതയുണ്ടാവില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ആ മോഡലിന് കഴിഞ്ഞില്ല. അങ്ങനെ അതും പരാജയപ്പെട്ടു. പിന്നീട് നമ്മുടെ നിയൽസ് ബോർ എന്താ അവതരിപ്പിച്ചു? നിയൽസ് ബോർ പറഞ്ഞു, ഇങ്ങനെ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വെറുതെ വലം വയ്ക്കില്ല. അവർ പ്രത്യേക ഊർജ്ജ നിലയിൽ മാത്രമായിരിക്കും വലം വയ്ക്കുക. അതുകൊണ്ട് തന്നെ അവ താഴെ എനർജി കുറഞ്ഞ് താഴെ ന്യൂക്ലിയസിലേക്ക് പതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മുടെ ക്വാണ്ടം തിയറി പ്രകാരം വികസിപ്പിച്ചെടുത്ത പുതിയ മോഡൽ പ്രകാരം എന്താണ്, ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്ന ഒരു ത്രിമാന പദങ്ങളിലുള്ള ഓർബിറ്റ് എന്ന് പറയുന്ന ഷെല്ലിലാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവയെ ഊർജ്ജനിലകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്ന് പറയുന്നു. ഈ ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റ് എന്ന ആശയം നിർദ്ദേശിച്ചത് സോമർഫീൽഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഈ ഷെല്ലുകൾക്കുള്ള പേര് എന്ന് പറയുന്നത് 1, 2, 3, 4 അല്ലെങ്കിൽ KLMNO എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ ഷെല്ലുകൾക്ക് സബ് ഷെല്ലുകളുണ്ട്. അവയെ നാമകരണം ചെയ്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ SPDF എന്നാണ്. ഓരോ ഷെല്ലിനും അതിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ സബ് ഷെല്ലുകളുണ്ടാകും. അതായത് K എന്ന ഷെല്ലിന് ഇക്വലൻ്റ് ആയിട്ട് S ഒരു സബ് ഷെല്ലുണ്ടാകും. L എന്ന ഷെല്ലിന് 2 സബ് ഷെല്ലുണ്ടാകും. ഏതൊക്കെയാണ്? എസും പിയും. ഇനി M എന്ന ഷെല്ലിന് SPD ഇങ്ങനെ 3 ഷെല്ലുകളുണ്ടാകും. M എന്ന് പറയുന്ന മൂന്നാമത്തെ ഷെല്ലാണ്. അതുപോലെ അതിന് 3 സബ് ഷെല്ലുകളുണ്ടാകും. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. അപ്പോൾ K ഷെല്ല് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 2 × n², 2 × 1² 2 ആണ്. ഇനി L രണ്ടാമത്തെ ഷെല്ലാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 2 × 2² 8 ആണ്. ഇനി M ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 2 × 3². അപ്പോൾ എത്ര വരും? 18. ഇനി നാലാമത്തെ ഷെല്ലിൽ N ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാം? 2 × 4² 16 × 2 32 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാം. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ K ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, L ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, M ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ, N ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ. ഇനി അടുത്തെന്താണ് പറയുന്നത്? താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ നടന്നതിന് ശേഷമായിരിക്കും അടുത്ത ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ വിന്യാസം നടക്കുകയുള്ളൂ. ഇനി നമ്മൾ ഓർബിറ്റിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യസിക്കുക നോക്കാം. S ഷെല്ലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണുകളാണ്. P എന്ന് പറയുന്നത് 3 P ഓർബിറ്റലുണ്ടാകും. ഓരോ P ഓർബിറ്റലും 2 ഇലക്ട്രോൺ വെച്ചിട്ട് മൊത്തം 6 ഇലക്ട്രോണുകൾ വരെ P ഓർബിറ്റലുണ്ടാകും. ഓക്കെ. ഇനി D ഓർബിറ്റൽ 5 D ഓർബിറ്റലുണ്ടാകും. അപ്പോൾ മൊത്തം 10 ഇലക്ട്രോണുകൾ വരെ അതിൽ കൊള്ളും. F എന്ന് പറയുന്നത് 7 F ഷെല്ലുകളുണ്ടാകും. അപ്പോൾ മാക്സിമം ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് 14 ഇലക്ട്രോണുകൾ വരെ F സബ് ഷെല്ലിൽ പോകും. അപ്പോൾ Sൽ 2 ഇലക്ട്രോണുകൾ, Pയിൽ 6, Dയിൽ 10, Fയിൽ 14 ഇങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. S ഒരൊറ്റ സബ് ഷെല്ലായിരിക്കും. P 3 സബ് ഷെൽ വരെ ഉണ്ടാകും. P എന്നുള്ള 3 സബ് ഷെൽ വരെ ഒരറ്റത്തിലുണ്ടാവും. ഓക്കെ. D എന്ന് പറയുന്നത് 5 സബ് ഷെല്ലുകൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് 10 ഇലക്ട്രോൺ മാക്സിമം കൊള്ളും. F എന്ന് പറയുന്നത് 7 സബ് ഷെല്ലുകളുണ്ടാകും. മൊത്തം 14 ഇലക്ട്രോണുകൾ ഉണ്ടാകും. ഇനി ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. താഴ്ന്ന ഊർജ്ജ നിലയുള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ നടന്നതിന് ശേഷം മാത്രമായിരിക്കും
അവ അടുത്തുള്ള ഓർബിറ്റിലേക്ക് പോവുക. ഇനി അടുത്തത് എസ് ഓർബിറ്റലിന് ആകൃതി ഗോളാകൃതിയും പി ഓർബിറ്റലിൻ്റെ ആകൃതി ഡബിൾ ഡംബലുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്? ആറ്റത്തിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലാണ് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നത്. ഓർബിറ്റലിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത് എന്ന് പറഞ്ഞു. ആ ഓർബിറ്റലിന് എങ്ങനെയൊക്കെ പേര്? KLMN. സബ്ഷെല്ലിൻ്റെ പേര് അല്ലെങ്കിൽ ഓർബിറ്റലിൻ്റെ പേര് എന്ന് പറയുന്നത് SPDF ആണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഇവിടെ n എന്ന് പറയുന്നത് അതിൻ്റെ ക്രമാനുഗതമായ നമ്പറാണ്. അതായത് Kന് 1, Lന് 2, രണ്ടാമത്തെ ഷെല്ല്, Mന് മൂന്നാമത്തെ ഷെല്ല്, Nന് നാലാമത്തെ ഷെല്ല്. അങ്ങനെ അതിൽ എത്ര ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ SPDFൽ എത്ര ഇലക്ട്രോണുകൾ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. ഫസ്റ്റത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, രണ്ടാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, 2 2 4, ബാക്കി 4 ഇലക്ട്രോണുകൾ രണ്ടാമത്തെ ഷെല്ലിൽ തന്നെ പി സബ് ഷെല്ലിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം. ഇതിലെ E1 ഫസ്റ്റത്തെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഷെല്ലിനെയും ഈ S എന്ന് കാണിക്കുന്നത് സബ് ഷെല്ലിനെയും ഇവിടെ കാണിക്കുന്നത് ആ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് എന്നും ഇതിൽ കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഇടതുഭാഗത്തുള്ളത് ഓർബിറ്റിന്റെ എണ്ണവും എത്രാമത്തെ ഓർബിറ്റ് ആണെന്നുള്ളതും എസ് എന്ന് പറയുന്നത് സബ് ഷെല്ലും അതിന്റെ മേലെ എഴുതിയിരിക്കുന്ന എത്ര ഇലക്ട്രോണുകൾ ആ സബ് ഷെല്ലിലുണ്ട് എന്നുമാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ 1 എന്ന് സൂചിപ്പിക്കുന്നത് K ഷെല്ലാണ്, 2 എന്നത് L ഷെല്ലാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2 6. ഫസ്റ്റത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകളുണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോണും എസിൽ 2ഉം പിയിൽ 4ഉമായിട്ട് കറക്റ്റായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, താഴ്ന്ന ഊർജ്ജ നിലയിൽ ഇലക്ട്രോണുകൾ വിന്യസിച്ചതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വിന്യസിക്കുക. ഇനി സബ് ഷെല്ലിലെ ഊർജ്ജ നിലയുടെ ക്രമം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് 1s, then 2s, 2p, 3s, 3p, 4s, 3d. ഈ ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് ഈ സംക്രമണ മൂലകങ്ങൾ ബാഹ്യധമ ഷെല്ലിന് തൊട്ടു താഴെയുള്ള ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഇനി അടുത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓർബിറ്റലിന്റെ ആകൃതി നൽകുന്നതാണ് ക്വാണ്ടം നമ്പർ. ഒരു ഇലക്ട്രോണിന്റെ ഊർജം, സ്ഥാനം എന്നിവ പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന പൂർണ്ണസംഖ്യയാണ് ക്വാണ്ടം നമ്പറുകൾ. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിത തത്വം ഇത് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ കൃത്യമായ സ്ഥാനം, അതുപോലെ കൃത്യമായ പ്രവേഗം അല്ലെങ്കിൽ ആക്കം ഇവ ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു ഇലക്ട്രോണിന്റെ കൃത്യമായ പൊസിഷൻ അല്ലെങ്കിൽ അവയുടെ ആക്കം ഇവ രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ഇതാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതിന്റെ മലയാള വാക്യമാണ് അനിശ്ചിതത്വ തത്വം. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഷെല്ലുകളും സബ് ഷെല്ലുകളും. അപ്പോൾ K ഷെല്ലിന് S സബ് ഷെല്ലിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി വേറെ P, D, F എന്നുള്ള സബ് ഷെല്ലുകൾ K ഷെല്ലിന് ഉണ്ടാവില്ല. L ഷെല്ലിന് എസും പിയും സബ് ഷെല്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവയ്ക്ക് D, F എന്നുള്ള സബ് ഷെല്ലുകൾ ഉണ്ടാവില്ല. M എന്ന ഷെല്ലിന് S, P, D എന്നുള്ള സബ് ഷെല്ലുകൾ മാത്രമാണ് ഉണ്ടാവുക. അവയ്ക്ക് F എന്നുള്ള സബ് ഷെല്ലുകൾ ഉണ്ടാവുകയില്ല. ഇനി അടുത്തത് വാലൻസി. വാലൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ലഭിക്കാൻ വേണ്ടി ഒരു ആറ്റം അതിന് ലഭിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒരു സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം. സോഡിയം ക്ലോറൈഡ് എഴുതുമ്പോൾ എങ്ങനെയാണ്? NaCl. ഇതിൽ സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പും ക്ലോറിൻ ഹാലോജൻ ഗ്രൂപ്പുമാണ്. ഹാലോജൻ ഗ്രൂപ്പ് പറഞ്ഞാൽ 17ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ എന്താണ് ഒരു ഇലക്ട്രോൺ ഉണ്ടാവുക. ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ടാവും.
ക്ലോറിൻ എന്ത് പറയും, എനിക്കൊരു ഇലക്ട്രോൺ കൂടി തന്നാൽ ഞാൻ എൻ്റെ ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും, അതുകൊണ്ട് എനിക്ക് സ്ഥിരത കിട്ടും എന്ന് ക്ലോറിൻ പറയും. അപ്പോൾ സോഡിയം എന്ത് പറയും, എൻ്റെ ബാഹ്യ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വെറുതെ കിടക്കുന്നുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, അപ്പം നിനക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അതേപോലെ തന്നെ എൻ്റെ ബാഹ്യ ഷെല്ലിലും 8 ഇലക്ട്രോണുകളാവും. അങ്ങനെ ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നേടാൻ വേണ്ടിയാണ് മാക്സിമം എല്ലാ ആറ്റങ്ങളും ശ്രമിക്കുക. അതാണ് സ്ഥിരതയുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ഥിരതയുള്ള കോൺഫിഗറേഷൻ നേടാൻ വേണ്ടി ഒരു ആറ്റത്തിന് ലഭിച്ചതോ നഷ്ടപ്പെട്ടതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഡിയത്തിന്റെ വാലൻസി എത്രയാണ്? സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിന്റെയും വാലൻസി എന്ന് പറയുന്നത് ഒന്നാണ്. ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്നും താഴേക്ക് പോരുമ്പോൾ ആറ്റത്തിന്റെ വാലൻസി സെയിം ആയിരിക്കും. അതേസമയം പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റ് പോകുമ്പോൾ ആദ്യം വാലൻസി ഇൻക്രീസ് ചെയ്യും, പിന്നീട് കുറയും, ലാസ്റ്റ് ഇനർട്ട് ഗ്യാസ് എത്തുമ്പോൾ വാലൻസി 0 ആകും. ഞാൻ കൂടി പറയാം. ഒരു ഗ്രൂപ്പിലെ ബാഹ്യ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ നമ്പർ ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരുപോലെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ലഭിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിനെല്ലാം ഒരേ വാലൻസി ആയിരിക്കും ഉണ്ടാവുക. അതേസമയം പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവയുടെ ബാഹ്യ ഷെല്ലിൽ ഇലക്ട്രോണുകൾ 1 2 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ അത് വിടാനാണ് നോക്കുക. അതുപോലെ പീരിയോഡിക് ടേബിളിന്റെ മിഡിലിൽ എത്തുന്ന സമയത്ത്, അതായത് കാർബൺ ഒക്കെയെന്ന് വെച്ചാൽ 4 ഇലക്ട്രോണുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ അതിനുണ്ടാകും. പക്ഷെ മാക്സിമം അത് എന്താ ചെയ്യുക വെച്ചാൽ ഷെയറിങ് ചെയ്തിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ടിലാണ് കാർബൺ എല്ലാം നിൽക്കുക. അതിനുശേഷം പിന്നീട് വീണ്ടും കാർബൺ കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോൾ എന്ത് ചെയ്യും, വാലൻസ് ഇലക്ട്രോണുകൾ സ്വീകരിക്കാനാണ് നോക്കുക. കാരണം ബാഹ്യ ഷെല്ലിൽ 5 6 7 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. ബാക്കിക്ക് അവയ്ക്ക് 1 2 ഇലക്ട്രോണുകൾ സ്വീകരിച്ചാൽ മതിയാം. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് വാലൻസി ആദ്യം കൂടും, പിന്നീട് മാക്സിമം ആവും, പിന്നീട് അത് കുറയും, പിന്നീട് ലാസ്റ്റ് ഇനർട്ട് ഗ്യാസ് എത്തുമ്പോൾ അവ 0 ആകും. തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അതുപോലെ പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നതും തന്മാത്രയാണ്. നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡിൽ എന്തൊക്കെയുണ്ട്? സോഡിയവും ക്ലോറിനും. അപ്പോൾ സോഡിയം എന്ന ആറ്റവും ക്ലോറിൻ എന്ന ആറ്റവും സംയോജിച്ച് സോഡിയം ക്ലോറൈഡ് എന്ന തന്മാത്ര ഉണ്ടാകുന്നു. അപ്പോൾ രണ്ട് ആറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി സ്ഥിരതയായിട്ട് ഇരിക്കുന്ന സംയുക്തത്തിന്റെയോ അല്ലെങ്കിൽ മൂലകത്തിന്റെയോ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. നമ്മൾ ജലം എടുക്കുക അല്ലെങ്കിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിന്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് H2O എന്നാണ്. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും സംയോജിച്ചാണ് H2O എന്നുള്ള സംയുക്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജലത്തിന്റെ സൂത്രവാക്യം എന്താണ്? H2O എന്നാണ്. ഇതിൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും സംയോജിച്ചാണ് H2O എന്നുള്ള ഒരു തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ജലത്തിന്റെ ഒരു തന്മാത്ര ഉണ്ടാകാൻ മിനിമം 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും സംയോജിക്കണം. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല അഥവാ തന്മാത്രാ സൂത്രം. നമ്മൾ നോക്കണം ഓക്സിജൻ എങ്ങനെയാണെന്ന് നിൽക്കുക? ഓക്സിജന് മിനിമം 2 ആറ്റങ്ങൾ ചേർന്ന് ഓക്സിജൻ നിൽക്കുക. കാരണം ഓക്സിജന് ബാഹ്യ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്. അടുത്ത ഓക്സിജനും ബാഹ്യ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇവയ്ക്ക് 8 ഇലക്ട്രോണുകൾ ബാഹ്യ ഷെല്ലിൽ വരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണുകളും പരസ്പരം കോവാലന്റ് ബോണ്ടിലൂടെ, അതായത് ഷെയറിങ് ചെയ്തിട്ട് ഈ ഓക്സിജൻ വിചാരിക്കും ഈ 2 ഇലക്ട്രോണുകളും കൂടി ഇതിൻ്റെയാണ് വിചാരിക്കും. അതുപോലെ ഈ ഓക്സിജൻ വിചാരിക്കും ഇവിടുത്തെ 2 ഇലക്ട്രോണും കൂടി ഇങ്ങനെയാണ് തൻ്റെയാണ് വിചാരിച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ കോവാലന്റ് ബോണ്ടിങ്ങിലൂടെയാണ് 2 ഓക്സിജൻ ആറ്റങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഓക്സിജന്റെ
തന്മാത്ര എന്താണെന്ന് വെച്ചാൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ചാൽ മാത്രമാണ് ഓക്സിജന്റെ ഒരു തന്മാത്ര ഉണ്ടാവുക. അതുപോലെ ഹൈഡ്രജനും 2 ആറ്റങ്ങൾ സംയോജിച്ചിട്ടാണ് ഹൈഡ്രജൻ ഉണ്ടാവുക, ഹൈഡ്രജൻ തന്മാത്ര ഉണ്ടാവുക. ഇവയാണ് ദ്വയാറ്റമിക തന്മാത്ര എന്ന് പറയുന്നത്. പക്ഷെ ചില ആറ്റങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവയ്ക്ക് ഒരുപാട് ആറ്റങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുക. അതിന് എക്സാമ്പിളാണ് സൾഫർ, ഫോസ്ഫറസ് എന്നിവ. സൾഫർ ഒരു 8 ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നിൽക്കുക. ഫോസ്ഫറസ് 4 ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നിൽക്കുക. ഇനി അടുത്തതാണ് കൊഹീഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം എന്ന് പറയുന്നത്. അഡീഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൊഹീഷൻ ബലം? കൊഹീഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം എന്ന് പറയുന്നത്. ഇനി മോളിക്കുലർ മാസ്. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 × 10⁻23. അപ്പോൾ ഇതാണ് മോളിക്കുലർ മാസ്, അവഗാഡ്രോ നമ്പർ. ഒരു മോൾ പദാർത്ഥം, ഒരു മോൾ വെള്ളം എടുക്കുക, അതിൽ എത്ര തന്മാത്രകൾ ഉണ്ടാകും? 6.022 × 10⁻23 വെള്ളത്തിന്റെ തന്മാത്രകൾ ഉണ്ടാകും. മൂലകങ്ങൾ അഥവാ എലമെന്റ്സ്. മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഘടകങ്ങളാക്കാൻ പറ്റാത്ത പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ കാണുന്നതെല്ലാം മൂലകങ്ങളാണ്. അതിന് ശേഷം പിന്നീട് വേറൊരു പദാർത്ഥമാക്കിയിട്ട് പിന്നീടും ഘടകങ്ങളാക്കിയിട്ട് പിരിക്കാൻ കഴിയില്ല. ഇവ ഒരേ തരം ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതലുള്ള ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകം ഒന്ന് ഓക്സിജനാണ്, രണ്ടാമത്തത് സിലിക്കൺ, മൂന്നാമത്തത് അലുമിനിയം. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകങ്ങൾ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തതാണ് സംയുക്തങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൂലകങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഘടകങ്ങളായിട്ട് പിരിക്കാൻ കഴിയില്ല. അതേസമയം സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവയെ പിരിക്കാം. ഇപ്പോൾ വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണെങ്കിൽ ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടുപിടിച്ചു? ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് അത് പിരിയും എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ രാസപ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെയോ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. വെള്ളം അതൊരു സംയുക്തമാണ്. വ്യത്യസ്ത ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളാണ് സംയുക്തങ്ങൾ. സോഡിയം ക്ലോറൈഡ്, സോഡിയത്തിന്റെ ഒരു ആറ്റവും ക്ലോറിന്റെ ഒരു ആറ്റവും സംയോജിച്ചാണ് ഉപ്പ് എന്ന ഒരു തന്മാത്ര ഉണ്ടാവുന്നത്. ആ ഒരു ഉപ്പ് എന്നുള്ള സംയുക്തം ഉണ്ടാവുന്നത് സോഡിയം ക്ലോറിനും സംയോജിച്ചാണ്. അപ്പോൾ ഇങ്ങനെ സംയോജിക്കുന്ന സമയത്ത് ഒരു സംയുക്തത്തിലെ വിവിധ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് പ്രയോഗസൂത്രം അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അടുത്തതാണ്, നമ്മൾ സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ വെവ്വേറെ വിധത്തിലുള്ള രാസപ്രവർത്തനങ്ങളുണ്ട്. രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ സംയോജിച്ചിട്ട് സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം അവ വിഘടിപ്പിച്ചിട്ട് ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ്. അങ്ങനെ വിഘടനത്തിലൂടെ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതില്ലാതെ വിഘടനം എന്നുള്ളതുണ്ട്. അതായത് രണ്ട് സംയുക്തങ്ങളും പരസ്പരം രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് അയോണുകൾ പരസ്പരം വെച്ചുമാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഡബിൾ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ലോഹങ്ങൾ. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളെ നമ്മൾ ലോഹങ്ങൾ എന്ന് പറയുന്നു. ഈ ലോഹങ്ങളുടെ സാധാരണ ഉള്ള പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള മൂലകങ്ങളാണ്. ലോഹങ്ങളുടെ സവിശേഷതകൾ: ഒന്ന് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ ഷീറ്റുകളാക്കി അടിച്ചു പരത്താനുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ള ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്.
അപ്പോൾ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ പറ്റുന്ന ലോഹത്തിന്റെ പ്രോപ്പർട്ടിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അവയെ ലോഹത്തെ കനം കുറഞ്ഞ കമ്പികളാക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോഹങ്ങളെ കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്ന ലോഹത്തിന്റെ പ്രോപ്പർട്ടിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി ഏറ്റവും അധികമുള്ള ലോഹവും സ്വർണ്ണമാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ ഷീറ്റുകളാക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് മാലിയബിലിറ്റി. അതേസമയം ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ കമ്പികളാക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി സൊണോരിറ്റി എന്ന് പറഞ്ഞാൽ കഠിനമായ പ്രതലത്തിൽ അടിക്കുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ സ്വഭാവമാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. എന്താണ് സൊണോരിറ്റി എന്ന് പറഞ്ഞാൽ കഠിനമായ പ്രതലത്തിൽ അടിക്കുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ പ്രോപ്പർട്ടിനെയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കാഠിന്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കാഠിന്യം ഹാർഡ്നെസ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ മുറിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്വർണം, ഇരുമ്പ്, ചെമ്പ് എന്നിവ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റില്ല. ഇതാണ് കാഠിന്യം, ഹാർഡ്നെസ്. ഓക്കെ. ഇനി വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു ലോഹത്തിന്റെ പ്രോപ്പർട്ടിയാണ് വൈദ്യുതി ചാലകത എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഹ്യധർമ്മശൈലിയിൽ ഇലക്ട്രോണുകളിൽ കുറച്ച് ഊർജം കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ഓൾറെഡി ഫ്രീ ആയിട്ടായിരിക്കും ലോഹങ്ങൾ സ്ഥിതി ചെയ്യുക. അതുകൊണ്ട് വൈദ്യുതി വരുന്ന സമയത്ത് ഇലക്ട്രോണുകൾ വൈദ്യുതിയും താപത്തിനെയും കടത്തിവിടും. അതുകൊണ്ട് തന്നെ വൈദ്യുതിക്കും ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകതയും താപചാലകതയും കൂടുതലുള്ളതാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം അത് വെള്ളിയാണ്. ഇനി ഏറ്റവും താപചാലകത ഞാൻ പറഞ്ഞു, താപം ലോഹങ്ങളുടെ കടത്തിവിടാനുള്ള ലോഹത്തിന്റെ പ്രോപ്പർട്ടിയാണ് താപചാലകത എന്ന് പറയുന്നത്. ഏറ്റവും താപചാലകതയുള്ള ലോഹവും വെള്ളിയാണ്. ഇനി ലോഹത്തിളക്കം. നമ്മൾ ലോഹത്തിന് കട്ട് ചെയ്യുമ്പോൾ പുതുതായി തിളങ്ങുന്ന പ്രതലം ഉണ്ടാകും, ലോഹത്തിളക്കം എന്ന് പറയുന്നത്. പിന്നെ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് പോകുന്ന ഊഷ്മാവിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ലോഹങ്ങൾക്ക് ഉയർന്ന ദ്രവണാങ്കമുണ്ട്. പക്ഷെ ചിലവയ്ക്ക് ഓൾറെഡി മെൽറ്റിംഗ് പോയിന്റ് വളരെ കമ്മിയാണ്. എക്സാമ്പിളാണ് മെർക്കുറി. പക്ഷെ മെർക്കുറി സാധാരണ ഊഷ്മാവിൽ തന്നെ ദ്രാവകമായിട്ടാണ് നിൽക്കുക. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, ആറ്റത്തിന്റെ ഘടന പറഞ്ഞു. ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോമർഫീൽഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ദീർഘവൃത്തിയിലുള്ള ഓർബിറ്റ് എന്ന ആശയം നിർദ്ദേശിച്ചത്. ഷെല്ലുകൾ അഥവാ ഓർബിറ്റുകൾ എന്ന ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഈ ഓർബിറ്റുകൾക്കുള്ള പേര് 1, 2, 3 അല്ലെങ്കിൽ KLMN എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. സബ്ഷെല്ലുകളുടെ പേരാണ് SPDF എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിനും അതിന്റെ ക്രമനമ്പറിന് തുല്യമായ സബ്ഷെല്ലുകൾ ഉണ്ടാകും. അതായത് K എന്നുള്ള ഷെല്ലിന് S എന്ന സബ്ഷെല്ലുകളാണ് ഉണ്ടാവുക. L എന്ന ഷെല്ലിന് എസും പിയും എന്നുള്ള 2 സബ്ഷെല്ലുകൾ ഉണ്ടാവും. ഓരോ ഷെല്ലും ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ഇനി അടുത്തത്, താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ നടന്നതിന് ശേഷം മാത്രമേ അടുത്ത ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ വിന്യാസം നടക്കുകയുള്ളൂ. ബാഹ്യധർമ്മ ഷെല്ലിൽ അതായത് പുറമേയുള്ള ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം അത് 8 ആണ്. S ഓർബിറ്റലിന്റെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയും P ഓർബിറ്റലിന്റെ ആകൃതി ഡബിളുമാണ്. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ തത്വം അതെന്താ പറയുന്നത്? ഒരേ സമയം ഇലക്ട്രോണുകളുടെ സ്ഥാനം അഥവാ പൊസിഷൻ, അതുപോലെ അവയുടെ ആവക്കം, ഇവ രണ്ടും ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ വാലൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ആറ്റം അതിന്റെ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ നേടുകയോ ചെയ്യാം. ഈ ഒരു നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ലഭിക്കുന്നതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ചെറിയ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു, ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം. അതുപോലെ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം എന്ന് പറയുന്നത്. മോളിക്കുലർ മാസ്. ഒരു
തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക് മാസിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പറാണ്. അത് = 6.022 × 10⁻23 ആണ്. ഇനി അടുത്താണ് മൂലകങ്ങൾ. മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാക്കി പിരിക്കാൻ കഴിയാത്ത ശുദ്ധമായ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അവ ഒരേതരം മാറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, പിന്നെ സിലിക്കൺ, പിന്നെ അലുമിനിയം ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ആണ്. ഇനി അടുത്താണ് സംയുക്തങ്ങൾ. രണ്ടു തരം ആറ്റങ്ങൾ സംയോജിച്ച് ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. രണ്ടു തരം ആറ്റങ്ങൾ മാത്രമല്ല, ഒരേ തരം ആറ്റങ്ങൾ സംയോജിച്ച് അവ സ്ഥിരതയായിട്ടുള്ള ഒരു കണികയായിട്ട് മാറുന്ന ആ കണികനെയാണ് തന്മാത്ര എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ചിട്ട് പിന്നീട് ഘടകങ്ങളാക്കാൻ പറ്റുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. എംപിരിക്കൽ ഫോർമുല. ഒരു സംയുക്തത്തിൽ ഉണ്ടാകുന്ന ആറ്റങ്ങളുടെ ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. അവയുടെ എണ്ണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. മൂന്ന് തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ പകർക്കാം. ഒന്നില്ലെങ്കിൽ രണ്ട് ആറ്റങ്ങൾ സംയോജിച്ചിട്ടുള്ള രാസപ്രവർത്തനം ഉണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു പദാർത്ഥം വിഘടിപ്പിച്ചിട്ട് വേറുള്ള പദാർത്ഥങ്ങളാക്കുന്ന വിഘടന പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ ദ്വിവിഘടന പ്രകടനം. ഒരു സംയുക്തം വേറൊരു സംയുക്തം ചേർന്നിട്ട് മറ്റൊരു സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനവും ദ്വിവിഘടനം എന്ന് പറയുന്നത്. പിന്നെ ലോഹങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളെയാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊനാരിറ്റി, കാഠിന്യം, വൈദ്യുത ചാലകത, താപചാലകത എന്ന് പറയാം. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനംകുറഞ്ഞ ഷീറ്റുകളാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. സ്വർണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത്. അതുപോലെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ കമ്പുകളാക്കാൻ പറ്റും ലോഹങ്ങളെ പറ്റും, അതിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സൊനാരിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ സൗണ്ട് പുറപ്പെടുവിക്കും. നമ്മൾ ഏതെങ്കിലും ലോഹങ്ങൾ എവിടെയെങ്കിലും തല്ലിയാൽ അതിൽ നിന്ന് സൗണ്ട് ഉത്ഭവിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് സൊനാരിറ്റി എന്ന് പറയുന്നത്. കാഠിന്യം എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ പെട്ടെന്ന് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും, അതാണ് അതിന്റെ കാഠിന്യം എന്ന് പറയുന്നത്. വൈദ്യുതി ചാലകത എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ പ്രോപ്പർട്ടിയാണ് വൈദ്യുതി ചാലകത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാലകതയുള്ള ലോഹം അത് വെള്ളിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളതും വെള്ളിക്കാണ്. പിന്നെ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഖരാവസ്ഥയിൽ നിന്നും ദ്രാവസ്ഥയിലേക്ക് പോകുന്ന ഊഷ്മാവാണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. അതിന് എക്സെപ്ഷനാണ് മെർക്കുറി. അത് സാധാരണ ഊഷ്മാവിൽ തന്നെ അത് ദ്രാവകമായിട്ടാണ് നിൽക്കുക. ഇന്നത്തേക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.